ഓക്കെ ഗൈസ്, നമുക്കിന്നൊരു RC ആണ്, റിവ്യൂ അല്ല. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മോഡിഫിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വണ്ടിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയാണ്, എത്ര രൂപയ്ക്കായി, ആ ഒരു കാര്യമൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന RC. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ തന്നെ ആദ്യം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ക്യാൻഡി റെഡ് കളറിലുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ വൈപ്പർ പെൽറ്റിന്റെ വണ്ടിയിലേക്ക് കണ്ടാണ്, പക്ഷേ അതിലുള്ള ഒരു ക്യാൻഡി റെഡും ഈ വണ്ടിയിലുള്ള ക്യാൻഡി റെഡും വേറെയാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ തന്നെ ഈ ഒരു പവർ പാർട്ട് വൈസർ ഇത് ഒറിജിനലാണ്, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സെറ്റപ്പ് ഒന്നുമല്ല. ഇതിന് തന്നെ ഏകദേശം 9,000 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 ലൈറ്റ് അകത്ത് വെച്ചേക്കുന്ന RGB റിംഗ് ലൈറ്റും അകത്ത് ഈ വെച്ചേക്കുന്ന ലൈറ്റ് കാറിൻ്റെ മറ്റേ അതിൻ്റെ എന്ത് കറക്റ്റ് പേരെനിക്കറിയില്ല, ആ സാധനമാണ്. അത് തന്നെ ഏകദേശം 7,000 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ഇത് 200 ആണ്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും കാര്യങ്ങളൊന്നും സ്റ്റോക്കായിട്ട് വരില്ല. അതിപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തതിന് ഇതിന് എനിക്ക് 349 അല്ല, ബ്രേക്കിന് 1200 ക്ലച്ചിന് 349 അപ്പോൾ അത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ SOST BS3 RC 390 SOST ആണ് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിൽ വീൽ കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ബാക്ക് റിം ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ അച്ഛൻ ഗ്രാഫിക്സ് ചെയ്ത ഒരു റിമ്മാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടയറും ഫ്രണ്ടും ബാക്കും അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇതല്ലാത്ത നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് തന്നെ ഓടുന്ന വണ്ടിയാണ്. പിന്നെ ഇതേപോലെയൊക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചിലവന്മാർക്ക് ഇൻസ്റ്ററായിട്ട് ഞവിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വെക്കുമ്പോൾ പണിയാനൊക്കെ തോന്നും. അപ്പോൾ ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്പർ പ്ലേറ്റൊക്കെ ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഈ WP സ്റ്റിക്കർ അടിക്കുന്നത്. അത് എൻ്റെ വണ്ടിയിലും ചെയ്തിട്ടുണ്ട്. അതെന്തോ സസ്പെൻഷൻ്റെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു റിംഗ് ലൈറ്റ് RGB ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു റിംഗ് ലൈറ്റ്. പക്ഷേ ഈ ഒരു ഗ്ലാസ് ചെറുതായിട്ട് ടിൻഡ് ചെയ്തുകൊണ്ട് എന്തുമാത്രം വെട്ടം വെളി വരുമെന്ന് അറിയില്ല. കാരണം ഞാനും എൻ്റെ ഹെഡ്ലൈറ്റ് ടിൻഡൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ചെറുതായിട്ട് എനിക്കൊന്ന് പണി കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് എക്സ്പെൻസീവായിട്ട് ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പവർ പാർട്ട് വൈസറും ഈ ഒരു പെയിൻറ്റ് വർക്കിനും കാര്യങ്ങളൊക്കെ എത്ര രൂപയെന്ന് വെച്ചാൽ 45,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്ത കടയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്തായാലും ഇപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ഈ ഒരു എൻജിൻ സൈഡിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിലും കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നൈസ് ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ സെറ്റ് ചെയ്ത ഈ ഒരു റംബ് ഇവിടെ ആഫ്റ്റർ മാർക്കറ്റ് ക്യാൻ മാച്ച് സെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ബൾക്കായിട്ടും ഈ ഒരു ഫ്ലൂയിഡ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് എന്തുമാത്രം ഫങ്ഷണൽ പെർഫോമൻസ് ഒന്നും കൂട്ടിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നൈസ് ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ബാക്കിൽ നമ്മുടെ ഈ ഒരു കൗൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ അല്ല ചെയ്തേക്കുന്നത്. അത് ഫൈബർ പീസ് എടുത്ത് പെയിൻറ്റ് ചെയ്തിട്ട് ഫുൾ പീസായിട്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റേ സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു റബ്ബർ മേറ്റായിട്ട് സംഭവം ഒട്ടിച്ചേക്കുന്നത്. ഇത് കംഫർട്ടൊന്നും കാണില്ല, പക്ഷേ ലുക്ക് അവാർ ലുക്കാണ്. ഞാൻ ഇരുന്ന് കുറച്ച് പഠിച്ചപ്പോഴേ അത്ര ഒരു കംഫർട്ട് അല്ലായിരുന്നു. പിന്നെ ഈ ഒരു സാധനം എന്തോ ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിപ്പുണ്ട്. ആ ഫൈബർ പീസ് ആയിട്ട് പൊട്ടിയതായിരിക്കും. പിന്നെ ടയർ നല്ല രീതിക്ക് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഈ ഒരു വണ്ടിയുടെ ടയർ അപ്സൈസ്ഡ് ആണെന്ന്. പിന്നെ വണ്ടി ഇപ്പോൾ പെയിൻ്റ് അടിച്ച് പക്ക നീറ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നത് പെയിൻറ്റ് പോയിരിക്കുന്നതൊന്നുമല്ല. വണ്ടി റിവീൽ ചെയ്യാൻ നേരത്ത് കുറച്ച് ഓപ്പറൊക്കെ അടിക്കുമ്പോൾ ഉള്ള സാധനമാണ് ഇതിലിരിക്കുന്നത്. പിന്നെ ഇതിൽ പവർ ട്രോണിക് ആയിട്ടുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 22,000 രൂപ എന്നാണ് ആ ബ്രോ പറഞ്ഞത്. ആ ബ്രോ ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ ചെറിയ രീതിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. അതിനൊന്നും പറഞ്ഞ് ഇനി ആരും ചീത്തയൊന്നും വിളിക്കരുത്. പിന്നെ ഈ ഒരു വണ്ടി വൈപ്പർ പൈലറ്റിൻ്റെ വണ്ടിയായിട്ട് ഞാൻ ആദ്യം ഫോട്ടോസ് കണ്ടപ്പോൾ ചെറിയൊരു സാദൃശ്യം തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്കും രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. ഈ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ ഒരു ഇത് കുരങ്ങൻ ടെമ്പിളാണെന്ന് തോന്നുന്നു. എന്തായാലും അത് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ SOST നോട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് ബാക്കിൽ സീറ്റുകൾ വെച്ചിട്ടുണ്ടെങ്കിലും കിറ്റൊക്കെ സ്റ്റോക്കാണ്. മിക്കവരും ഈ ഒരു S3 കിറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചത് പിന്നെ മറ്റേ അണ്ടർബില്ലേക്ക് വയ്ക്കും. ആ ഒരു അണ്ടർബില്ല് വെച്ചാൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ S3 കിറ്റും അണ്ടർബില്ലേക്ക് വെച്ചുകൊണ്ട് എനിക്കത് കറക്റ്റ് അറിയാം. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും കുറയുന്നതൊന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് സാധാരണ കിറ്റുള്ള വണ്ടിയിലൊക്കെ ഈ ഒരു എക്സ്ട്രാ പെയിൻറ്റിങ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം അത് കുറച്ച് നൈസായിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ V4 V3 RC അങ്ങനത്തെ വണ്ടിയിലൊക്കെ. അപ്പോൾ കിറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ സ്പേസ് കൂടും, വർക്കിംഗ് കൂടും, അപ്പോൾ കുറച്ച് റേറ്റ് കൂടെ കൂടും. അതൊക്കെ വേറെ കാര്യം. പിന്നെ നേക്കഡ് ബൈക്ക് ചിലവർക്കൊക്കെ അതിൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഞാൻ പണ്ട് തൊട്ട് RC ഫാൻ പോയാണ് ഇപ്പോഴേ പറയാം. എനിക്ക് RC എന്തോ ഭയങ്കര ഇതാണ്. ഞാൻ ഇനിയിപ്പോൾ എടുക്കുന്നെങ്കിൽ ഒരു 200 മാറ്റി ഒരു 390 ആയിരിക്കും എടുക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റ് വർക്കിന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 45,000 രൂപയെന്ന്. അത് എന്തുമാത്രം പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ വെച്ചേക്കുന്ന ലൈറ്റ് മറ്റേ കാറിലൊക്കെ വെക്കുന്ന സെറ്റപ്പാണെന്ന്. അതിൻ്റെ ഒരു മൊഡ്യൂളും ആ ലൈറ്റിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ഒരു എക്സ്പെൻസ് ഇതിനായത്. പിന്നെ എക്സ്ട്രാ സ്വിച്ചൊക്കെ വെച്ചേക്കുന്നതായാലും അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി സ്വിച്ച് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് തന്നെ 2 സ്വിച്ച് വരുന്നുണ്ട്. ഇത് ഹെഡ്ലൈറ്റിൻ്റെതും പിന്നെ മറ്റേ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ
ആ റിംഗ് ലൈറ്റിൻ്റെതാണ്. അതിലെന്തോ RGB സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഓണാക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മിക്കുള്ള വണ്ടികളിലും ഈ ഒരു പവർ പാർട്ട് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റാണ് വെച്ചിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ട്സിന് ആരും അല്ലാതെ വെച്ചിട്ടില്ല. പക്ഷേ ഇത് ഒറിജിനലിൻ്റെ ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ലോണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു സാധനം ഇതിൽ ടിൻറ്റാണ് അടിച്ചേക്കുന്നത്. ഈ ടിൻറ്റ് അടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെട്ടം കുറച്ച് കുറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വല്ലതും ടിൻറ്റ് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് വിടണം. എനിക്ക് തോന്നുന്നു അതിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ലൈൻ വരച്ചിട്ടേക്കുന്നത്. ആവശ്യമില്ലാത്ത സമയത്ത് ഊരിക്കളയാമെന്ന് തോന്നുന്നു എന്തായാലും. ഇനി ഈ ഒരു വീൽ ഡിസ്ക് വയ്ക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് അപാരമായിട്ട് കൂടും. ഇത് മറ്റേ പഴയ മോഡൽ വീൽ ഡിസ്ക് അല്ല, ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പാണ് ഇത് വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഒരു വീൽ ഡിസ്ക് വയ്ക്കുന്നത് എനിക്ക് എത്ര താല്പര്യമുള്ള കാര്യമല്ല. കാരണം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ വീൽ ഡിസ്ക് വയ്ക്കുന്നത്. പിന്നെ ടെയിൽ, ഈ ഒരു കവൾ വെച്ചിട്ടുള്ള ടെയിലിൻ്റെ ലുക്ക് കുറച്ച് നന്നായിട്ടിരിക്കും. പിന്നെ ഈ ഒരു സീറ്റ് കവൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആളെ ഇരുത്തുമെന്ന് വെച്ചാൽ വേണമെന്നുള്ളവർക്കാണ് ഇരുത്താം. പക്ഷേ ഈ ഒരു സാധനം ബ്രേക്ക് ആവും. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ ബ്രേക്ക് ആയത് ഫ്രണ്ടിൽ മാത്രം ആളിരുന്നപ്പോഴാണ്. അപ്പോൾ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സാധനം എന്തായാലും ബ്രേക്ക് ആവും. ഇതിൻ്റെ ചേസും ഫുള്ള് കാൻഡിഡേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സാധനമൊക്കെ ആർട്ടി പോപ്പർ പൊട്ടിച്ചതിൻ്റെ സാധനമാണ്, അല്ലാതെ പെയിൻ്റൊന്നും പോയിരിക്കുന്നതൊന്നുമല്ല. ഇതിൽ പവർ ട്രോണിക്ക് ചെയ്ത് പവർ അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാൻ ജസ്റ്റ് ഓടിച്ചപ്പോഴേ അത് മനസ്സിലായായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോർക്കിന് ചെറിയൊരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അത് വീഴൊക്കെയാണെങ്കിൽ ഈ ഒരു സ്ലൈഡർ കുറഞ്ഞ് വലിയ ഡാമേജ് ഇല്ലാതെ നിൽക്കും. ചെയ്തുകൊണ്ട് ഇതിപ്പോൾ അല്ല കസ്റ്റം ചെയ്ത്, ഇതിന് മുമ്പേ ഇത് കസ്റ്റം ചെയ്ത വണ്ടിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ചെയ്ത ഡിസൈനാണിത്. അപ്പോൾ ഇതിൻ്റെ പഴയ ഡിസൈൻ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഓണർ അയച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ആഡ് ചെയ്തേക്കാം. ആ ഒരു കിറ്റ് ഇപ്പോഴും അയാളെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കിറ്റ് മാറ്റി വെച്ച് കളിച്ച് പല രീതിക്ക് ഓരോ ദിവസം ഓരോ കളറിൽ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. ഗ്രാഫിക്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. കളർ സ്കീം ഈ സെയിം തന്നെ. ഗ്രാഫിക്സിന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കളറിൻ്റെ അവിടെയൊക്കെ കൊടുത്തേക്കുന്ന അളവിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മാറ്റി വെച്ചാലും പ്രത്യേകിച്ച് ബുക്കും പേപ്പർ കളറൊന്നും മാറ്റണ്ട. ഇതിപ്പോൾ ചുവപ്പ് കളറും പിന്നെ പച്ച വണ്ടി ഇതിൻ്റെ കിറ്റൊക്കെ വെച്ചിരുന്നാൽ മാറ്റി വെക്കാൻ നേരത്തെ എപ്പോഴും പെയിൻറ്റ് മാറ്റുന്നുള്ള ബുക്കിൽ ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഓണറിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഐഡിയ അയച്ചുതരാം. അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങിപ്പോവാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ കണ്ടുപിടിക്കില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്കെങ്കിലും അടിച്ചേക്കണം. ഇത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് കൂടെ ഇൻസ്റ്റയിൽ കൂടെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.